ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി പാറ്റേൺ ആണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ ബിലോ എന്നുള്ളതാണ്. താഴെയുള്ള പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. താഴെ ആദ്യം കൊടുത്തിട്ടുള്ള പാറ്റേൺ നിങ്ങൾ നോക്കൂ. ഇവിടെ താഴെ 1 2, അതിന് തൊട്ടടുത്ത് 1 2 3, അതിൻ്റെ അപ്പുറത്തുള്ളത് 1 2 3 4. അപ്പോൾ അടുത്തതിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 5 എണ്ണം വരും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അത് വരച്ചു കൊടുക്കാം. 1 2 3 4 5. ഇനി അതിന് മുകളിൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ അടുത്തതിൽ എത്രയായിരിക്കും? 4 എണ്ണം വരും അല്ലേ. ഇതിൻ്റെ ഗ്യാപ്പിലായിട്ടാണ് വരയ്ക്കേണ്ടത്. 2 3 4. ഇനി അതിൻ്റെ മുകളിൽ ഇവിടെ 1 വന്നു, ഇവിടെ 2 എണ്ണം വന്നു. അപ്പോൾ ഇവിടെ 3 എണ്ണം വരും. 1 2 3. പിന്നെ അതിന് മുകളിൽ 2 എണ്ണം വരും, ഏറ്റവും അറ്റത്ത് ഒരെണ്ണം വരും. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഈ പാറ്റേൺ വരുന്നത്. ഇനി അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഒരു സമചതുരമാണുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മളൊരു സമചതുരം വരയ്ക്കുക, അതിനെ 4 ഭാഗങ്ങളായിട്ട് മാറ്റുക. എന്നിട്ട് ഇവിടെ ഓരോ ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത് ഷെയ്ഡ് ചെയ്തു, ഇവിടെ അതിന് താഴെ ഷെയ്ഡ് ചെയ്തു, ഇവിടെ ഇത് ഷെയ്ഡ് ചെയ്തു. ഇനി അടുത്തത് ഷെയ്ഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇനി അത് മാത്രമല്ല, ഇനി ഒരു സർക്കിൾ വരുന്നുണ്ട് അല്ലെ, ഒരു വൃത്തം വരുന്നുണ്ട്. അത് വരുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് വരിക. ഓക്കെ, ആ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത് വരയ്ക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് പറ്റും. ഇനി അടുത്ത് നമുക്കൊരു നമ്പേഴ്സ് പാറ്റേൺ ആണ് തന്നിട്ടുള്ളത്. 155 256 357. അടുത്ത സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഇങ്ങനെ ഒരു നമ്പർ പാറ്റേൺ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിലെ തൊട്ടടുത്തുള്ള 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. അഥവാ 256ഉം 155 തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കുക. വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ മതി. ഇവിടെ 6, ഇവിടെ 1 വരും. ഇവിടെ 5 5 5ൽ നിന്നും 5 കുറച്ചാൽ 0 വരും. 2ൽ നിന്നും 1 കുറച്ചാൽ 1 വരും. എത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഈ 155ൻ്റെ കൂടെ 101 കൂട്ടിയതാണ് 256 എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്ത സംഖ്യയായ 357ൽ നിന്നും 256 കുറച്ച് നോക്കുക. അപ്പോഴും നമുക്ക് 101 ഉത്തരം കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും ഇത് കൂട്ടിയ 101 കൂട്ടിയതാണ് ഈ 357 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇതിനോട് 101 കൂട്ടിയതായിരിക്കും അല്ലേ. അഥവാ 357നോട് 101 കൂട്ടിയതാണ് അടുത്ത സംഖ്യ എന്ന് പറയുന്നത്. 7നോട് 1 കൂട്ടിയ 8, ഇവിടെ 5, 3നോട് 1 കൂട്ടിയ 4. അപ്പോൾ 458 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്പറിൻ്റെ പാറ്റേണുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, അത് മനസ്സിലാക്കി ചെയ്യാം. അടുത്തത് നോക്കൂ. ഡി എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പാറ്റേൺ നമ്മൾ ഇവിടെ താഴെ ചിത്രത്തിൽ നിന്നും കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ എങ്ങോട്ടാണ് നേരെ? ഇങ്ങോട്ടാണ്. അടുത്തത് താഴേക്ക് വന്നു, ഇങ്ങോട്ട് വന്നു. ഇനി അടുത്തത് എവിടേക്കായിരിക്കും? മുകളിലേക്കായിരിക്കും. അഥവാ ഇതാണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്. റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവ് വിത്ത് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് വരുന്ന 3 ഡിജിറ്റുള്ള നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വളരെ സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. 125, പിന്നെയും 25 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 150, 175, 200. ഓക്കെ, ഇപ്പോൾ ഇവിടെ +25 ആണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തത് സേ ദ നമ്പർ എന്നുള്ളതാണ്. നമ്പർ പറയണം. എ ബസ് ഹാസ് 11 സീറ്റ്സ് ഓഫ് 3 പീപ്പിൾ ആൻഡ് 9 സീറ്റ്സ് ഓഫ് 2 പീപ്പിൾ. എന്താണ്? 11 സീറ്റുകളുണ്ട്. 3 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന, 2 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന 9 സീറ്റുകളുമുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദ ബസ് എന്നാണ്. എത്ര ആളുകൾക്ക് ആ ബസ്സിൽ ഇരിക്കാൻ വേണ്ടി പറ്റും? നമ്മൾ പറഞ്ഞു 3 പേര് ഇരിക്കുന്ന 11 സീറ്റുകളുണ്ട് അല്ലേ. അഥവാ 3 × 11 എന്ന് പറയുന്നത് എത്രയാണ്? 1 × 3 3 ആണ്. 1 × 3 3 ആണ്. അപ്പോൾ 33 എന്ന് കിട്ടും. ഇനി 2 പേര് ഇരിക്കുന്ന എത്ര സീറ്റ് ഉണ്ട്? 9 സീറ്റുകളാണുള്ളത്. അഥവാ 2 × 9 ചെയ്ത് നോക്കുക. 2 × 9 എത്രയാണ്? 18. അപ്പോൾ ടോട്ടൽ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 33 + 18 ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? 8 3 11, ബാക്കി 1 3 1 4 4 1 5, 51 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. ഇനി when the journey started, 2 seats of 3 people and 4 seats of 2 people were empty. അങ്ങനെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. യാത്ര തുടർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ്? 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 2 സീറ്റുകൾ ഒഴിവായി. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 4 സീറ്റുകളും ഒഴിവായി. ഹൗ മെനി മോർ പീപ്പിൾ ക്യാൻ സിറ്റ് ആൻഡ് ട്രാവൽ ഇൻ ദ ബസ്. അങ്ങനെയാണെങ്കിൽ ആ ബസ്സിൽ ഇനി എത്ര ആളുകൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ എന്ത് നോക്കണം നമ്മൾ? 2 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന
അല്ല 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 2 സീറ്റ് അല്ലേ, 2 × 3 എന്ന് പറയുന്നത് 6. അതുപോലെ തന്നെ 4 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന 2 സീറ്റുകൾ അല്ലേ. അപ്പോൾ എത്രയായി? 4 സീറ്റ്സ് ആണ്, 4 സീറ്റുകളുണ്ട്, 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. 4 × 2 എന്ന് പറയുന്നത് 8. ഇനി ടോട്ടൽ കാണാൻ 6 + 8 നോക്കിയാൽ മതി അല്ലേ. 6 + 8 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 14 എന്ന് കിട്ടും. അപ്പോൾ ഇനി 14 ആളുകൾക്ക് കൂടെ അതിൽ ഇരിക്കാൻ വേണ്ടി പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് 3 + 3 + 3? 3നെ നമ്മൾ 6 ടൈംസ് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ടിക്ക് ദ കറക്റ്റ് വൺ എന്നാണ്. അപ്പോൾ 3നെ നമ്മൾ 6 ടൈംസ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഒന്നുകിൽ നമുക്ക് എന്ത് പറയാം? 3 × 6 എന്ന് പറയാം, അല്ലെങ്കിൽ 6 × 3 എന്നും പറയാം. ഇതാണ് നമ്മൾ 6 ടൈംസ് 3 ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, ഒന്ന് 6 + 3 ആണ്. 6 + 3 എന്ന് പറയുന്നത് 9 ആൻസർ കിട്ടും. ഇതല്ല. ഇനി അടുത്തത് നോക്കൂ, 6 / 3 എന്ന് പറയുന്നതും ശരിയല്ല. 6 × 3 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതെന്ന് പറയുന്നത് ഒരു ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. എ പേഴ്സൺ ക്യാൻ ഷൂട്ട് 10 റൗണ്ട്സ് ഓൺ ഈച്ച് ഷൂട്ട് വെറെവർ ദ ബുള്ളറ്റ് ഹിറ്റ്സ് ദ പേഴ്സൺ ഗെറ്റ്സ് ദാറ്റ് സ്കോർ. അപ്പോൾ ഒരാൾക്ക് 10 തവണ 10 റൗണ്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ തവണ ഷൂട്ട് ചെയ്യുമ്പോഴും അവർക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഏതാണോ അതിനെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും അവരുടെ സ്കോർ എന്ന് പറയുന്നത്. ദ സ്കോർ ആഫ്റ്റർ 5 റൗണ്ട്സ് ഓഫ് ഷൂട്ടിംഗ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ 5 തവണ ഷൂട്ട് ചെയ്തപ്പോഴുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരുടെ അത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. 5 തവണയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം അരുണാണ് ഇവിടെ ഉള്ളത്. 100, 10, 1 ഇതിൻ്റെയൊക്കെ നമ്പേഴ്സാണ് അതിൽ ഉള്ളത്. അപ്പോൾ അരുൺ 3 ടൈംസ് 100ഉം ചെയ്തു, 2 ടൈംസ് 1ഉം ചെയ്തു. അങ്ങനെ എത്ര കിട്ടി? 302 എന്നുള്ളത് കിട്ടി. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് ആരാണ്? വിജയ് ആണ്. വിജയ്ക്ക് കിട്ടിയിട്ടുള്ളത് 311 ആണ്. അപ്പോൾ 100ൽ 3 ടൈംസ് ചെയ്തു അല്ലേ, 100ൽ 3 ടൈംസ് ചെയ്തു. ഇനി എത്രയാണ് ബാക്കിയുള്ളത്? ബാക്കിയുള്ളത് 2 റൗണ്ടും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? 10ൽ 1 ടൈം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. 1 ടൈം 10 ചെയ്തു, അപ്പോൾ 4 ടൈംസ് ആയി. 1ലും 1 ടൈംസ് ചെയ്തു, അപ്പോൾ എത്രയായി? ടോട്ടൽ 5 ടൈംസ് ആയി. ഓക്കെ, 1 ടൈം മതി, ടൈംസ് വേണ്ടല്ലോ. ഇനി സെബീന ചെയ്തത് ആകെ 320 ആയിരുന്നു. അപ്പോൾ ആദ്യം 100ൽ 3 ടൈംസ് ചെയ്തു, 100ൽ 3 ടൈംസ്. ബാക്കിയുള്ള 2 ടൈംസ് എന്ത് ചെയ്തു? 10ൽ 2 ടൈംസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? ടോട്ടൽ 320 കിട്ടി. ഹൗ ഗോട്ട് ദ ലീസ്റ്റ് സ്കോർ? ഏറ്റവും ലീസ്റ്റ് സ്കോർ കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ് ഇവിടെ ഏറ്റവും കുറവ് സ്കോർ കിട്ടിയിട്ടുള്ളത്? 302 എന്നുള്ള അരുണാണല്ലോ. അപ്പോൾ അവിടെ അരുൺ എന്നുള്ള പേര് എഴുതി കൊടുക്കുക, അരുൺ. ഇനി when 10 rounds were finished, one got to 820 points and won. ഹൂ വോൺ ദ കോമ്പറ്റീഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരാൾ 10 റൗണ്ട് ഫിനിഷ് ചെയ്തപ്പോൾ ആൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 820 ആണ്. ആർക്കായിരിക്കും ആ ഒരു കോമ്പറ്റീഷനിൽ അത് കിട്ടിയിട്ട് വിജയിച്ചിട്ടുണ്ടാവുക? ഇവിടെ 20 ഉള്ളത് ആർക്കാണ്? സെബീനക്കാണ്. സെബീന ഓൾറെഡി 5 ടൈംസ് കംപ്ലീറ്റ് ചെയ്തു, അപ്പോഴാണ് 320 കിട്ടിയിട്ടുള്ളത്. ഇനി 5 ടൈംസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഏതിൽ? 100ൻ്റെ ചെയ്യുകയാണെങ്കിൽ 5 × 100 എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. അപ്പോൾ ഈ കിട്ടുന്ന 500ഉം നേരത്തെ കിട്ടിയിട്ടുള്ള 320യും കൂടെ കൂട്ടുകയാണെങ്കിൽ എത്രയായിരിക്കും കിട്ടുന്നത്? 820. അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? സെബീന. അപ്പോൾ ഇവിടെ ആൻസർ സെബീന എന്ന് എഴുതി കൊടുക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കോർ വുഡ് ബി ദ മോസ്റ്റ് ലൈക്ലി സ്കോർ ഇൻ ദ 10 റൗണ്ട് ഷൂട്ടിംഗ് മാച്ച്? ടിക്ക് ദ റൈറ്റ് വൺ. ഇവിടെ 10 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ കിട്ടുന്ന ഒരു ഇതിലുണ്ട്, അതിലേതാണ്? 613 എന്നുള്ളതാണ്. ഓക്കെ, അതിന് ടിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്, കാർ ജേണിയാണ്. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു വേരിയസ് പ്ലേസസ്. തിരുവനന്തപുരത്ത് നിന്നും ഓരോ സ്ഥലത്തേക്കുള്ള ഓരോ കിലോമീറ്റർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ളത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാസർഗോഡ് എത്രയാണ്? 585 ആണ് അല്ലേ. അതിൽ നിന്നും കൊല്ലത്തുള്ളത് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കൊല്ലത്ത് എത്രയാണ്? 65 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് കൊടുക്കുക. 5 മൈനസ് ചെയ്താൽ 0 കിട്ടും. ദെൻ 8ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ 2 കിട്ടും, ബാക്കി 5. ഇത്രയാണ് 520 കിലോമീറ്റർ ആണ് ഉണ്ടായിരിക്കുക. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് എത്തുമ്പോൾ എത്രയാണ്? 397 ആണുള്ളത്. കണ്ണൂർ എത്രയാണ്?
400 അപ്പോൾ അതാണ് വലുത്. 471 നിന്നും എന്ത് മൈനസ് ചെയ്യണം? 397 മൈനസ് ചെയ്ത് കൊടുക്കുക. 1 നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ക്യാരി ഫോർ ചെയ്യുക, ഇവിടെ 6 ആവും, ഇവിടെ 11 ആവും. 11 നിന്നും 7 മൈനസ് ചെയ്ത് എത്രയാണ്? 4 അല്ലേ? 4. ഇവിടെ 6 ആണ്, അപ്പോൾ 6 നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ക്യാരി ഫോർ ചെയ്യും, ഇവിടെ 3 ആയി. 16 നിന്നും 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7. അപ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ് ഉള്ളത്? 74 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. In a car journey from Thiruvananthapuram to Kasaragod, Rakesh drives a car till Thrissur and then Radhika drives the car from Thrissur to Kasaragod. Who drives more? How much more എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ രാകേഷ് രാധികയുമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? രാകേഷ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ, തൃശ്ശൂർ വരെ ഡ്രൈവ് ചെയ്തു. തൃശ്ശൂരിൽ നിന്നും പിന്നെ കാസർഗോഡ് വരെ ഡ്രൈവ് ചെയ്തത് രാധികയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ആരാണ്, എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് ഓരോരുത്തരും ഡ്രൈവ് ചെയ്തത് എത്രയാണെന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊല്ലം മുതൽ അല്ലേ, കൊല്ലത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം. അപ്പോൾ കൊല്ലം മുതൽ തൃശ്ശൂർ വരെ ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ആരാണ്? രാകേഷ് ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തിട്ടുള്ളത് രാധികയാണ്, രാധിക. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ഇത് ഈ രാകേഷ് എത്തിയപ്പോൾ, തൃശ്ശൂർ എത്തിയപ്പോൾ 304 ആയിരുന്നു ഉണ്ടായിരുന്നത്. എവിടുന്നാണ് തുടങ്ങിയത്? 65 നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രാകേഷ് ഡ്രൈവ് ചെയ്തത് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അത് ഇതാക്കി നോക്കാം. ഇവിടെ നോക്കൂ, 4 നിന്നും 5 മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ക്യാരി ഫോർ ചെയ്യും, ഇവിടെ എന്തായിട്ട് മാറും? 2 ആവും, ഇവിടെ 9 ആയിട്ട് മാറും, ഇവിടെ 14 ആവും. 14 നിന്നും 5 മൈനസ് ചെയ്താൽ ബാക്കി 9. 9 നിന്നും 6 മൈനസ് ചെയ്താൽ ബാക്കി 3, പിന്നെ 2. അപ്പോൾ എത്രയായി? 239 കിലോമീറ്റർ ആണ് ആര് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്? രാകേഷ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്, രാകേഷ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് രാധികയാണ്. രാധിക എത്തിയപ്പോൾ 585 കിലോമീറ്റർ ആണ് കാസർഗോഡ് എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. തുടങ്ങിയത് എവിടെയായിരുന്നു? 304 നിന്നായിരുന്നു. ഇനി എന്ത് ചെയ്യുക? ഈ ഒരു 5 നിന്ന് 4 മൈനസ് ചെയ്താൽ 1 കിട്ടും, ഇവിടെ 8 ആണ്, 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8 തന്നെ കിട്ടും. 5 നിന്ന് 3 മൈനസ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ 281 ആണ് രാധിക ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രാധിക. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ആരാണ്? രാധികയാണ്, രാധിക. ഇനി ഹൗ മച്ച് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 281 നിന്നും 239 മൈനസ് ചെയ്ത് നോക്കുക, എത്ര കിട്ടും? ഇവിടെ 1 നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ 7 ആവും, ഇവിടെ 11 ആവും. 11 നിന്നും 9 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 2 കിട്ടും. ഇവിടെ 7 നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 കിട്ടും. അപ്പോൾ എത്രയാണ് കൂടുതലുള്ളത്? 42 കിലോമീറ്റർ ആണ് കൂടുതൽ ഉള്ളത്. ഓക്കെ, സ്റ്റെപ്പ് വൈസ് ആയിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് മെഷർ ഇൻ ദ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കാം. വെന്നി ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലോങ് ജംപ് കോമ്പറ്റീഷൻ. വെന്നിയും കൂട്ടുകാരും ലോങ് ജംപ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരിക്കുകയാണ്. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ. ഓരോരുത്തരും കവർ ചെയ്തിട്ടുള്ളത് ഡിസ്റ്റൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബെന്നി, നിധി, ജിതിൻ, റിമി, വിന്നി, ഇത്രയും പേരുടെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ചിലത് നമുക്ക് തന്നിട്ടുള്ളത് സെൻറ്റിമീറ്ററിലാണ്, ചിലത് മീറ്ററിലാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 1 മീറ്ററും 45 സെൻറ്റിമീറ്ററും എന്ന് പറയുമ്പോൾ ടോട്ടൽ 145 സെൻറ്റിമീറ്റർ ആണ് ആവുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് 160 ആണെന്ന്. ഇവിടെ 1 മീറ്ററും 50 സെൻറ്റിമീറ്ററും, അപ്പോൾ 150 സെൻറ്റിമീറ്റർ. ഇവിടെ 200 സെൻറ്റിമീറ്റർ, ഇവിടെ 1 മീറ്ററും 85 സെൻറ്റിമീറ്ററും, അപ്പോൾ 155 സെൻറ്റിമീറ്റർ. ഇനി ഫൈൻഡ് ദ ടോപ്പ് 2 പേഴ്സൺസ് ഇൻ ദ കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷനിലെ ആദ്യത്തെ 2 ആളുകൾ, ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും ആർക്കാണ്? ഫസ്റ്റ് ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്? റിമിക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ റിമി എന്ന് എഴുതി കൊടുക്കുക. എത്രയാണ്? 200 സെൻറ്റിമീറ്റർ. സെക്കൻഡ് ഉള്ളത് ആരാണ്? വിന്നിയാണ്, വിന്നിക്കുള്ളത് 185 സെൻറ്റിമീറ്റർ. ഇനി ഫ്രം ദ ടേബിൾ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 200 ആണ് അല്ലേ. 200. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് 145 ആണ്. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന്. ഇവിടെ നോക്കൂ, ഇവിടെ 2 ആണ്, അപ്പോൾ ഇവിടെ 1 ആയിട്ട് മാറും. ഇങ്ങോട്ട് ക്യാരി ഫോർ ചെയ്യുമ്പോൾ ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും.
അപ്പോൾ 10ൽ നിന്നും 5 പോയാൽ ബാക്കി 5, 9ൽ നിന്നും 4 പോയാൽ ബാക്കി 5. എത്രയാണ്? 55 സെൻറ്റിമീറ്റർ ആണ് കൂടുതൽ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെൻറ്റ് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് എ പെൻസിൽ ടിക്ക് റൈറ്റ് മാർക്ക്. ഇവിടെ പെൻസിലിൻ്റെ ലെങ്ത്തുമായി ബന്ധപ്പെട്ടത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ളത് 180 സെൻറ്റിമീറ്റേഴ്സ്, 80 മീറ്റേഴ്സ്, 80 സെൻറ്റിമീറ്റേഴ്സ്, 180 മീറ്റേഴ്സ്. നമുക്കറിയാം പെൻസിൽ എന്ന് പറയുന്നത് ചെറുതാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറുതായിട്ടുള്ള സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ 18 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെയുണ്ട്. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് സയൻസ് ഫെസ്റ്റിവൽ ആണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ വേരിയസ് കോമ്പറ്റീഷൻസ് ഓൺ ഈച്ച് ഡേ ഓഫ് ദ 2 days സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ. അപ്പോൾ ഉപജില്ലാ സബ് ഡിസ്ട്രിക്റ്റിലെ സയൻസ് ഫെസ്റ്റിവലിൽ ഓരോ ഇനത്തിലും കുട്ടികൾ പങ്കെടുത്തതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടേബിൾ നോക്കിയിട്ട് നമ്മൾ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സയൻസ് ഫെയറിൽ 212 ആണ്. ഓൺ ദ സ്പോട്ട് വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ 145 ആണ്. സോഷ്യൽ സയൻസ് ഫെയറിൽ 143 ആണ്. ഇനി മാത്തമാറ്റിക്സ് ഫെയർ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡേയിൽ 118 വരും. വർക്ക് എക്സ്പീരിയൻസിൽ 122 വരും. അതുപോലത്തെ IT ഫെയറിൽ 147 വരും. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഓൺ 2 days. 2 ഡേയ്സിലുമായിട്ട് വർക്ക് എക്സ്പീരിയൻസിൽ എത്ര കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? ഫസ്റ്റ് ഡേയിൽ നോക്കുക എത്രയാണ്? 145 ആണ് അല്ലേ, 145. സെക്കൻഡ് ഡേയിലുള്ളത് 122 ആണ്. ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കുക. 5ഉം 2ഉം എത്ര കിട്ടും? 7. ദെൻ 4ഉം 2ഉം 6, 1ഉം 1ഉം 2. അപ്പോൾ എത്രയായി? 267 കുട്ടികളാണ് 2 ദിവസം കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ. അപ്പോൾ 2 ദിവസം കൂടിയിട്ട് സയൻസ് ഫെസ്റ്റിവൽ എല്ലാ ഇനത്തിലും കൂടിയിട്ട് എത്ര കുട്ടികൾ പങ്കെടുത്തു? അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ നോക്കാം. ഇവിടെ 2ഉം 5ഉം കൂടെ 7 ആയി, 7ഉം 3ഉം കൂടെ 10 ആയി. ബാക്കി 1, 1ഉം 1ഉം 2, 2ഉം 4ഉം 6, 6ഉം 4ഉം 10. ബാക്കി 1, 2ഉം 1ഉം 3, 3ഉം 4, 5. എത്രയായി? 500 സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് ഡേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഡേയിൽ പോവുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, 8ഉം 2ഉം എത്രയായി? 10, 10ഉം 7ഉം 17 ആയി. ബാക്കി 1, 1ഉം 1ഉം 2, 2ഉം 2ഉം 4, 4ഉം 4ഉം 8, 1, 2, 3 എത്രയായി? 387 ആയി. ഇനി രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. 500 + 387 എത്ര കിട്ടും? 7, 8, 8. 887 കുട്ടികളാണ് 2 ദിവസം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. Then how many more students participate on the first day than on the second day? സെക്കൻഡ് ഡേയിലേക്കാൾ എത്ര കുട്ടികളാണ് ഫസ്റ്റ് ഡേയിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 500ൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? 387 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് ഡിഫറൻസ് എന്ന് കണക്കാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്കിതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ക്യാരി 4 ചെയ്യും, ഇവിടെ 4 ആവും, ഇവിടെ 9, ഇവിടെ 10. 10ൽ നിന്നും 7 മൈനസ് ചെയ്താൽ ബാക്കി 3, 9ൽ നിന്നും 8 മൈനസ് ചെയ്താൽ ബാക്കി 1, 4ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ ബാക്കി 1. എത്രയാണ്? 113 സ്റ്റുഡൻസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേപ്പറിൽ വന്നിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കി എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക്